മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ചലച്ചിത്ര പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. അന്ത്യം തൃശ്ശൂരിൽ ഏറെ നാളായി ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഉണ്ണി ചേരുന്നുണ്ട്. ഉണ്ണി, ഭാവഗായകൻ എന്ന് പൂർണ്ണമായും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ ലോകം വിട്ടുപോയിരിക്കുന്നത്. മലയാള സിനിമയിൽ തന്നെ ഒട്ടേറെ മെലഡി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു ഗായകൻ കൂടിയാണ്. എങ്ങനെയാണ് അന്ത്യം? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത ഉണ്ണികൃഷ്ണനും MS ബനേഷും ഒരുമിച്ചുണ്ട്. നമ്മൾക്ക് നിത്യവിസ്മയമായ ഒരു നാദത്തിൻ്റെ സമാപ്തിയായിരിക്കുന്നു എന്നാണ് ഈ നിമിഷങ്ങളിൽ പറയാൻ കഴിയുന്നത്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക എന്ന് പറഞ്ഞ ആ വരികൾ ഇപ്പോൾ എന്നേക്കുമായിട്ട് ശ്രുതി താഴ്ത്തി അസ്തമിച്ചിരിക്കുന്നു. എന്നേക്കുമായിട്ട് ശ്രുതി താഴ്ത്തി ആ ഭാവഗായക പക്ഷി പറന്നു പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. വസന്തത്തിൻ്റെ ഗാനസാഗരം തീർത്ത ആ സ്വരം മലയാളത്തിൻ്റെ ഭാവഗായകനായ പി ജയചന്ദ്രൻ ഇല്ലാതായിരിക്കുന്നു. 81-ാമത്തെ വയസ്സിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ലളിതസുന്ദരമായ സ്വരമാധുരി ഒരുപക്ഷേ ഭാവഗായക തലത്തിൽ മലയാളി കഴിഞ്ഞ 5 പതിറ്റാണ്ടിന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച് 81-ാം വയസ്സിൽ കൃത്യമായും തൻ്റെ ജീവിതത്തിലെ ഗാനദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. സിനിമകളിൽ, ലളിതഗാനത്തിൽ, ഭക്തിഗാനത്തിൽ എവിടെയും ആ സ്വരം തരംഗമായി. യേശുദാസിനൊപ്പം ജയചന്ദ്രൻ മാത്രം തീർത്ത, യേശുദാസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭാവഗാനങ്ങളുടെ ഒരു ലോകത്തിലൂടെ മലയാളത്തിലെ സംഗീതപ്രേമികളെ എന്നെന്നും ഹൃദയപൂർവ്വം ആനന്ദം കൊള്ളിച്ച ഒരു വ്യക്തിയുടെ ഇല്ലായ്മയാണ് ഈ നിമിഷങ്ങളിൽ നാം അനുഭവിക്കുന്നത്. ഓർക്കുക, ഈ വിടപറച്ചിലിൻ്റെ വേളയിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ലളിതസുന്ദരമായ സ്വരമാധുര്യമായിട്ട് 5 പതിറ്റാണ്ട് ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച് 81-ാം വയസ്സിൽ അദ്ദേഹം യാത്ര പറഞ്ഞിരിക്കുന്നു. ഓർക്കുക, ആ ഗാനം രാസാത്തി ഉന്നയി കാണാതെ നെഞ്ചം എന്ന ആ ഗാനം, ആ ഒരൊറ്റ ഗാനം മതി അതിലൂടെ തമിഴകവും കീഴടക്കിയ ജയചന്ദ്രൻ. ഒരു പക്ഷേ ജയചന്ദ്രനോളം തമിഴിൽ ഇത്രമേൽ തൻ്റെ സ്വരമാധുരിയെ മലയാളിയുടേത് മാത്രമായ തമിഴിന് വഴങ്ങില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ശബ്ദം തമിഴിലും അലയടിച്ചത് അങ്ങനെയായിരുന്നു. മലയാളമാകട്ടെ, തമിഴാകട്ടെ, തെലുങ്കാകട്ടെ, കന്നഡയാകട്ടെ, ഹിന്ദി ആകട്ടെ, ഭാഷയുടെ അതിർത്തികൾ ലംഘിച്ച ആരാധകരെ സൃഷ്ടിച്ച ഭാവഗായകൻ വിട പറഞ്ഞ് പോയിരിക്കുന്നു. ഒരു പക്ഷേ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും ഒക്കെ ആരാണ് ഒരു ചങ്ങാതിയായിട്ട് കൂടെയുള്ളത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമായി പലരും കരുതിയിരുന്നത് ഭാവഗായകൻ്റെ ശബ്ദമായിരുന്നു.